ഹലോ ഗൈസ്. ഇതെന്ത് വീഡിയോന്നറിയാവോ? ഇത് നമ്മള് ഡ്രീം കേക്കിന്റെ ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട്. അപ്പോഴൊക്കെ കഴിക്കണംന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനാണ്. പക്ഷേ കഴിക്കാൻ പറ്റിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസാണ് ഞങ്ങക്കത് വാങ്ങിക്കാൻ പറ്റിയത്. അപ്പോ ഞങ്ങളത് ട്രൈ ചെയ്യുന്ന വീഡിയോ ആണ്. പക്ഷെ തുറന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇങ്ങനെയല്ല ഡ്രീം കേക്ക് ഉണ്ടാവുക. നമ്മൾ കണ്ടിരിക്കുന്ന ഡ്രീം കേക്കിന്റെ മേളിലിങ്ങനെ ഒരു പൊടിയൊക്കെ വിതറി, മീൻസ് ബൂസ്റ്റാന്ന് തോന്നുന്നു. അത് ചോക്ലേറ്റ് പൗഡർ എന്തൊക്കെ വിതറിയിട്ട് അങ്ങനെയൊക്കെയല്ലേ. അതുപോലെയൊന്നും അല്ലായിരുന്നു തുറന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം എന്താണേലും സംഭവം കേക്കാണല്ലോ. ചോക്ലേറ്റും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവര് തന്നെ ടേസ്റ്റ് ചെയ്തു. രണ്ടുപേരും പറഞ്ഞു ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തിന്നാൻ തുടങ്ങി. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലല്ലായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനത് കഴിച്ച് ഫസ്റ്റ് വായിൽ വെച്ചപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്കതത്ര വലിയ ഇഷ്ടമായില്ല. ഇത് യഥാർത്ഥത്തിൽ ഡ്രീം കേക്ക് ആണോ എന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഡ്രീം കേക്ക് നമ്മൾ റീൽസിലൊക്കെ കണ്ടിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതില്ലേ, അങ്ങനത്തെ ഒന്നും അല്ലായിരുന്നു ഇത്. ഇതിങ്ങനെ അലുത്ത് ഇങ്ങനെയൊക്കെ കിടക്കുമായിരുന്നു. അപ്പം ഇത് തന്നെയാണോ ഡ്രീം കേക്ക് എന്നറിയില്ല. അവരിനെ പറ്റിച്ചാണോ എന്നും അറിയത്തില്ല. എന്താണേലും എനിക്ക് ഓക്കെ ആണ്. മധുരമുണ്ട്. ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിനേക്കാളും നല്ലത് നമ്മൾ സാധാ കേക്ക് തന്നെ കഴിക്കുന്നതാന്ന് എനിക്ക് തോന്നി. നല്ല തണുപ്പുണ്ടായോണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടാലറിയാം. ഓരോ ബൈറ്റ് എടുത്ത് വെക്കുമ്പോഴും ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്കത് ഭയങ്കര ഇഷ്ടമായി ട്ടോ. അവരത് ആസ്വദിച്ച് കഴിച്ചായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പു ഉണ്ടല്ലോ, പൂച്ച. അവന് ശകലം കൊടുത്തു കേട്ടോ. അവനിട്ട് കൊടുത്തപ്പോഴേക്കും അവനും തണുപ്പായതുകൊണ്ട് ആശാൻ ആദ്യം കഴിച്ചില്ല. കഴിച്ചില്ലാന്ന് പറഞ്ഞാൽ അതിങ്ങനെ നക്കി നക്കി ആ ഒരു ഇതിലിങ്ങനെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ തണുപ്പ് മാറിയപ്പം പുള്ളി കഴിച്ചു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി മധുരവും കാര്യങ്ങളൊക്കെ. അപ്പം അവനും കേക്ക് കൊടുത്തിട്ട് പിന്നെ അതോടുകൂടെ ഞാൻ തിരിച്ച് ഈ കേക്ക് കൊടുത്തിട്ട് മേലോട്ട് കയറി വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗവും അവർ രണ്ടുപേരും കഴിച്ചു തീർത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അഭിനവനും കുഞ്ഞാപ്പിക്കും കൂടെ കുറച്ച് കൊടുത്തിട്ട് പിന്നെ ശകലം ഞങ്ങളും കൂടെ കഴിച്ച് അന്ന് വൈകിട്ട് തന്നെ ആ പാത്രം കാലിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.